Everybody is welcome to ULM Kerala channel. പുതിയ ഒരു സവിശേഷ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിഷയം ആശാ സമരത്തിന് ബിഗ് സല്യൂട്ട് എന്നതാണ്. അതെ, സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആശാ വർക്കർമാരെയും നമിച്ചുകൊണ്ട് അവർക്കെല്ലാം ബിഗ് സല്യൂട്ട് നൽകി ആദരിച്ചുകൊണ്ട് പോകാം വീഡിയോയിലേക്ക്. സമരവീര നേതാക്കളെന്ന് ഉറ്റം കൊള്ളുന്ന ഭരണ നേതാക്കളെയെല്ലാം തറപറ്റിച്ച് അവരുടെ കാട്ടാള ഗുണ്ടായിസ ഭീകര സമരമുറകളെയെല്ലാം വെറും അഴിഞ്ഞാട്ടമാക്കി പുച്ഛിച്ചുകൊണ്ട് സമര ചരിത്രം തിരുത്തിക്കുറിച്ച ആശാ വർക്കർമാരുടെ അടിപതറാതെയുള്ള സമരവീര പോരാട്ടത്തിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുട്ടുമടക്കി മിണ്ടാട്ടമില്ലാതെ അടിയറ വച്ചിരിക്കുകയാണ്. നാം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിവിധങ്ങളായ സമരമുറകളിലൂടെ 130 ദിവസങ്ങൾ പിന്നിട്ട രാവും പകലും മഴയും വെയിലും ചൂടും തണുപ്പും വകവയ്ക്കാതെയുള്ള അതിശക്തമായ സഹന സമരം ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ 2500-ൽ പരം സ്ത്രീകൾ നിസ്സാരമായ ആവശ്യത്തിന് വേണ്ടി ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ മുന്നിൽ നടത്തുന്ന സമരം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ജനക്ഷേമ സേവന സംരക്ഷണത്തിനായുള്ള ജനാധിപത്യ ഭരണം കേരളത്തിൽ അസ്തമിച്ചു എന്നാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എങ്കിൽ ഈ ആശാ സമരം പാട്ടും പാടി വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എന്നാലും ഈ സമരം കണ്ട കേരളീയരോട് എനിക്ക് അങ്ങേയറ്റത്തെ പരിഭവമുണ്ട്. ജനപിന്തുണ സമരത്തിനുണ്ട് എന്ന് പറയുന്നതല്ലാതെ പ്രാക്ടിക്കലായി ആരും മുന്നോട്ട് വന്നില്ല. ഗുജറാത്തിൽ എനിക്കുണ്ടായ അനുഭവം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. 13 വർഷക്കാലം ഞാൻ ഗുജറാത്തിൽ വെരാവലിൽ ജോലിക്കൊപ്പം സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ഗുജറാത്തിലെ സമുദ്ര തീരപ്രദേശമായ വെരാവൽ, പോർബന്ദർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള 58ഓളം ചെമ്മീൻ ഫാക്ടറികളിൽ ഏതാണ്ട് 20,000-ഓളം മലയാളി സ്ത്രീകൾ തുച്ഛമായ ശമ്പളത്തിന് അടിമപ്പണി ചെയ്തിരുന്നു. അത് അവസാനിപ്പിക്കുവാൻ ഞാനവിടെ 4-5 ഗുജറാത്തികളുമായി നിരാഹാര സമരം ആരംഭിച്ചു. ഇതാ ഫോട്ടോ കാണുക. 23-ാം ദിവസം എൻ്റെ സമര ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചതായുള്ള സർക്കാരിൻ്റെ കത്തുമായി ഓഫീസർമാരും പത്രക്കാരും സമരസ്ഥലത്തെത്തി ആ കത്ത് തരികയുണ്ടായി. അതേ തുടർന്ന് വളരെ വലിയ മാറ്റങ്ങൾ ഗുജറാത്തിൽ വെരാവലിൽ സംഭവിച്ചു. കൂടാതെ രാജ്കോട്ട് മുതൽ വെരാവൽ വരെ 300 കിലോമീറ്റർ മീറ്റർ ഗേജിനെ ബ്രോഡ് ഗേജ് ആക്കിക്കുവാൻ വേണ്ടി 2 പ്രാവശ്യം എൻ്റെ നേതൃത്വത്തിൽ വൻപിച്ച സമരം നടത്തുകയുണ്ടായി. 6 മാസത്തിനുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു പ്രോജക്റ്റ് 6 മാസത്തിനിടയിൽ പൂർത്തിയാക്കുന്നത് ആദ്യമായിട്ടാണ്. അതിനാൽ ഇത് ഗിന്നസ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്ര റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ആ പത്ര റിപ്പോർട്ടുകൾ കാണുക. അതുപോലെ തിരുവനന്തപുരം വെരാവൽ ട്രെയിൻ സർവീസ് തുടങ്ങുകയും 5 മറ്റ് ട്രെയിൻ സർവീസുകളും വെരാവലിൽ നിന്ന് ഞാൻ നടപ്പിലാക്കിച്ചു. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഗുജറാത്ത് സർക്കാരിനെ വെല്ലുവിളിച്ച് ഞാനവിടെ നടപ്പിലാക്കുകയുണ്ടായി. ഗോദ്ര കലാപം അവസാനിപ്പിക്കുവാൻ 2 ദിവസം നീണ്ടുനിന്ന കമ്മ്യൂണൽ ഹാർമണി സൈക്കിൾ റാലി വെരാവലിൽ നിന്നും ജുനഗാഡ് വരെയും അവിടെ നിന്ന് തിരിച്ച് വെരാവൽ വരെയും നടത്തുകയുണ്ടായി. ഇനിയും പറയുവാൻ അനവധിയുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല. ചുരുക്കി പറയാം, എന്നെ ടാഡ കേസിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുവാൻ മുഖ്യമന്ത്രി നരേന്ദ്രമോദി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് എന്നെ വിളിപ്പിച്ചു.
രാവിലെ 11 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയ എന്നെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുകയുണ്ടായി. ഇതറിഞ്ഞ പാട്ടൻ പ്രദേശവാസികൾ എല്ലാം സംഘടിച്ച് തടിച്ചുകൂടി. പോലീസ് സ്റ്റേഷൻ എന്നെ വിട്ടില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് ആക്രോശിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് നടന്നത് എന്നെനിക്കറിയില്ല. രാവിലെ പോലീസ് എന്നോട് പറഞ്ഞു ജാമ്യമെടുത്ത് പോകാൻ. ജാമ്യമെടുക്കുവാൻ വേണ്ടി പോലീസ് എന്നെയും കൂട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ അടുത്തെത്തി. എനിക്ക് വേണ്ടി ജാമ്യമെടുക്കുവാൻ അവിടെ എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത വക്കീലന്മാർ അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ജാമ്യമെടുക്കുവാൻ ഒരു ലേഡി വക്കീൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ജാമ്യമെടുക്കേണ്ട കാര്യമില്ല, എന്നെ വീട്ടിൽ പൊയ്ക്കോളാൻ പറയുവാൻ വക്കീലിനോട് മജിസ്ട്രേറ്റ് പറഞ്ഞു. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് നടന്നത് എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത പാട്ടൻ പ്രദേശവാസികൾ എനിക്ക് വേണ്ടി സംഘടിച്ചെത്തിയതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മലയാളി സ്ത്രീകൾ നടത്തിയ സമര മലയാളികൾ അത് കണ്ടു നിന്നതല്ലാതെ അതിന് അവരോടൊപ്പം കൂടുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മുന്നോട്ട് വരികയോ ഉണ്ടായില്ല. ഇതാണ് എനിക്ക് എൻ്റെ നാട്ടുകാരോടുള്ള പരിഭവം. ഞാൻ ഗുജറാത്തിൽ എന്തെല്ലാം ചെയ്തുവോ അവയുടെയെല്ലാം പത്രക്കട്ടിങ്ങും മറ്റ് റെക്കോർഡുകളും എൻ്റെ പക്കൽ ഉണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാനിവിടെ ഗുജറാത്തിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ കേരളത്തിലായിരുന്നു എങ്കിൽ ഒരു ചുക്കം നടത്താൻ കഴിയില്ലായിരുന്നു, പറ്റുകയുമില്ല. കാരണം കേരളീയരെല്ലാം വിദ്യാസമ്പന്ന പ്രബുദ്ധ കേമന്മാരാണ്. ഇവിടെയാണ് ലോകത്ത് എവിടെയും ഇല്ലാത്ത നോക്കുകൂലി പിടിച്ചുപറി കൊള്ള നടക്കുന്നത്. കേരളീയർ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്നും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഈ അവസരത്തെ സ്വന്തം നേട്ടത്തിനായി ചൂഷണം ചെയ്ത് മുതലെടുക്കുകയാണ്. മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതികരണശേഷിയില്ലാത്ത മലയാളികൾക്ക് കിട്ടേണ്ട ഭരണം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ആശാവർക്കർമാരും ഒപ്പം ജനങ്ങളും അനുഭവിക്കുന്നത്. ഇത് ഇനിയും മനസ്സിലാക്കാത്ത വിദ്യാസമ്പന്ന വിവരം കെട്ടവരാണ് മലയാളികൾ എന്ന് പറയേണ്ടി വരുന്നു. കേരളം ഇങ്ങനെയെങ്കിലും ഇഴഞ്ഞു നീങ്ങുന്നത് വിദേശ മലയാളികളെ കൊണ്ട് മാത്രമാണ്. അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഒരു പ്രധാന കാര്യം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സന്തോഷ ജീവിത ഭരണം ലോകത്ത് ആദ്യമായി 2029 മുതൽ ഇന്ത്യയിൽ NGP ന്യൂ ജനറേഷൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കും. അതിൻ്റെ പ്രചരണം ഇന്ന് ലോകമാകെ നടന്നു വരുന്നു. ഏവരും ഈ പാർട്ടിയിൽ അണിചേരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാർക്കെല്ലാം ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.